നോട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫോമാറ്റ് ഇഷ്യൂയിങ് ആസ് ഓർഗനൈസേഷൻ്റെ പേരുണ്ടാവും. ദ വേർഡ് നോട്ടീസ് ഇസ് റിട്ടൺ ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ്, ഡേറ്റ് ക്ലിയർ ആൻഡ് ഷോർട്ട് ഹെഡിങ് വേണം. അല്ലാതെ വലിച്ചു വാരി ഹെഡിങ് എഴുതിയത് ആ കണ്ടൻറ് എന്താണോ മെൻഷൻ ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള ഷോർട്ടായിട്ടുള്ള ഒരു കുഞ്ഞ് ഹെഡിങ് ആയിരിക്കണം വേണ്ടത്. ആൻഡ് ബോഡി ഡീറ്റെയിലിംഗ് ദ 5W. എന്തൊക്കെയാണ് 5Ws എന്ന് പറയുന്നത്? വാട്ട്, വെൻ, വേർ, ഹൂ, വൈ ആൻഡ് ഹൗ. അവിടെ എന്താണ് നോട്ടീസിൽ പറയേണ്ടത്? വെൻ എപ്പോഴാണ് സംഗതി പ്രോഗ്രാം നടത്തുന്നത്? വേർ എവിടെ വെച്ചിട്ടാണ് പ്രോഗ്രാം നടത്തുന്നത്? ഹൂ ആരാണ്? ആൻഡ് വൈ എന്താണ് അതിൻ്റെ പേർപ്പസ്? ഓക്കെ. ആൻഡ് ഫോളോഡ് ബൈ ദ ഇഷ്യൂവേഴ്സ് നെയിം, ഡെസിഗ്നേഷൻ, സിഗ്നേച്ചർ. ആൻഡ് അതൊരു നോട്ടീസ് ഒരു പെട്ടിയിൽ അതിനുകൊണ്ടായിരിക്കണം ഉണ്ടാവേണ്ടത്. ബോക്സ് വരച്ചുകൊണ്ടായിരിക്കണം, ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തുകൊണ്ടായിരിക്കണം ഉണ്ടാവേണ്ടത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഫോമാറ്റ് ഓഫ് നോട്ടീസിൻ്റെ ഫോമാറ്റ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എന്താണ് വേണ്ടത്? ഓർഗനൈസേഷൻ്റെ പേര് വേണം, ടോപ്പ് സെൻറ്ററിലായിരിക്കണം, ഫുൾ നെയിമും ആയിരിക്കണം. അത് സ്കൂളിൻ്റെ പേര്, ഇപ്പോൾ സിൽവർ ഹിൽസ് സ്കൂളിൻ്റെ പേര് എഴുതുക. നോട്ടീസ് എന്ന് പറയുന്നത് അതാണ് അടുത്ത് വേണ്ടത്. നോട്ടീസ് എന്ന് പറയുന്നത് സെൻറ്ററുടെ ആയിരിക്കണം, നടുവിലായിരിക്കണം, ബോൾഡ് ആയിരിക്കണം, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിരിക്കണം. നോട്ടീസ് എന്ന് പറയുന്നത് ഫുൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിരിക്കണം. ഒരു ഹെഡിങ് പോലെ ഒരു ഹെഡിങ് പോലെ തന്നെ അണ്ടർലൈൻഡും ആയിരിക്കണം. പിന്നെ അടുത്തതിൽ നിങ്ങളുടെ ഹെഡിങ് കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക. ഡേറ്റ് അല്ല, ഹെഡിങ് ആണ് വേണ്ടത്. ഹെഡിങ് ഒന്ന് ക്ലിയർ ഇൻഡിക്കേറ്റ്സ് നോട്ടീസ് ഇതിൻ്റെ പേർപ്പസ് എന്താണെന്ന് മെൻഷൻ ചെയ്തുകൊണ്ടുള്ള ഒരു കുഞ്ഞ് ഹെഡിങ് ആയിരിക്കണം ഹെഡിങ്ങിൽ വരേണ്ടത്. പിന്നെന്താണ് വരേണ്ടത്? ഡേറ്റ് ഈ സൈഡിലായിരിക്കണം വരേണ്ടത്. പിന്നെ നമ്മുടെ നോട്ടീസിൽ ഇത് തുടങ്ങാണ്. അപ്പം പിന്നെന്തൊക്കെയാണ് വേണ്ടത് നോട്ടീസിൽ? ബോഡി ബ്രീഫ് ആയിരിക്കണം, ഇൻഫോർമേറ്റീവ് കവറിങ് എസെൻഷ്യൽ ഓഫ് 5Ws. എന്താണ്? വാട്ട്, വെൻ, വേർ, ഹൂ, വൈ. ക്ലോസിങ്, ഡിസിഗ്നേഷൻ ആൻഡ് ഇതൊക്കെ ഡിസിഗ്നേഷൻ ഓഫ് ടീച്ചർ ഓർ കറസ്പോണ്ടിങ് അതോറിറ്റി ബോക്സിൽ ആയിരിക്കണം. പിന്നെന്താ, അതിന് വേർഡ് ലിമിറ്റ്സ് ഉണ്ട്. കീപ്പ് ഇറ്റ് ഷോർട്ട്, മാക്സിമം എത്രയ്ക്ക് ഷോർട്ടാക്കാൻ പറ്റുമോ അത്രയും വേണം മതി. പക്ഷേ പോയിൻറ്റ്സ് ആവശ്യത്തിന് ഉണ്ടായിരിക്കും വേണം. അപ്പോൾ നമുക്കൊരു നോട്ടീസ് ഡ്രാഫ്റ്റ് ചെയ്യാം. അപ്പം ഡ്രാഫ്റ്റ് നോട്ടീസ് എന്താണെന്ന് വെച്ചാൽ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു ട്രിപ്പ് പോവുകയാണ് സ്കൂളിൽ നിന്ന്. നമ്മൾ സ്കൂളിൽ നിന്ന് ഒരു ട്രിപ്പ് പോവുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, എഡ്യൂക്കേഷണൽ ടൂറാണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് മുന്നേ സ്കൂളിൽ നിന്ന് ഒരു നോട്ടീസ് കിട്ടി. ആ നോട്ടീസിൽ എന്തൊക്കെ ഉണ്ടാവും എന്ന് നമുക്കത് നോക്കാം. ആദ്യം സ്കൂളിൻ്റെ പേര്, സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂൾ, കോഴിക്കോട്. പിന്നെ സെൻട്രൽ കൊണ്ട് നോട്ടീസ് എന്ന് എഴുതാം. ഫുൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിരിക്കണം, അണ്ടർലൈൻഡും ആയിരിക്കണം. പിന്നെ അടുത്ത ഹെഡിങ് ആയിരിക്കണം. എന്താണ്? നമ്മളെ കണ്ടന്റിനോട് മാച്ച് ചെയ്തുള്ള ഹെഡിങ്, അതായത് കുഞ്ഞ് ഹെഡിങ് ആയിരിക്കണം. എഡ്യൂക്കേഷണൽ ടൂർ ഫോർ സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 6th സ്റ്റാൻഡേർഡ്. 25 ഡേറ്റ്. ഇന്ന് ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യുന്ന ഡേറ്റ് ആയിരിക്കണം എഴുതേണ്ടത്. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത പാരഗ്രാഫ്. അവർ സ്കൂൾ ഈസ് ഓർഗനൈസിങ് എൻ എഡ്യൂക്കേഷണൽ ടൂർ ടു ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ് ഫോർ ദ സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 6th സ്റ്റാൻഡേർഡ് ഓൺ 28th December. It is compulsory for all the students. All the students are required to pay transportation charge of ₹100 and entry fee of ₹220. എന്നിട്ടോ അടിയിൽ എന്താണ് വെക്കേണ്ടത്? അടിയിൽ മായ, സെക്രട്ടറി, ഹിസ്റ്ററി ക്ലബ്. ഓക്കെ.